ഹലോ ഓൾ, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റാമിയാണ്. വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ. റാമി, നാട്ടിലെവിടെ, സ്ഥലം എവിടെയാ? എറണാകുളം. ഓക്കെ. അവോധയില് ഏത് കോഴ്സ് ആയിരുന്നു ചെയ്തത്? ആണ് ഓട്ടോകാഡ് സോളിഡ്വർക്സ് കാറ്റിയ. ഓക്കെ ഓക്കെ. ഇപ്പൊ വർക്ക് ചെയ്യുന്നു അല്ലേ? വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഏതായിരുന്നു കമ്പനി? ഏതായിരുന്നു? എനർജിസ്കേപ്പ് റിന്യൂവൽസ്. ഓക്കെ. വർക്കൊക്കെ എങ്ങനെയുണ്ട്? വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നു, ട്രെയിനിങ് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ. കോവർക്കേഴ്സ് ഒക്കെ സപ്പോർട്ടീവ് അല്ലേ? സപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ. ഈ അവോധ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എങ്ങനെയാ അറിഞ്ഞത്? അവോധ ഒരു ഇവിടെ വീടിന്റെ അടുത്തുള്ളൊരു ഒരു പയ്യനാ പറഞ്ഞേ. ഇങ്ങനെ അവൻ ഓൾറെഡി ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ അപ്പൊ അങ്ങനെ പറഞ്ഞതാണ്, ഇങ്ങനെ അവോധയുണ്ട്, ഇങ്ങനെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ്. സൈറ്റിൽ കയറി നോക്കി, അവരുടെ നമ്പർ തന്നു, ഒരു കൗൺസിലറുടെ നമ്പർ തന്നു. അങ്ങനെ വിളിച്ച് അവരുടെ അഡ്വൈസ് വഴിയാണ് കോഴ്സ് ഒക്കെ എടുത്ത് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പോ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ 2800 രൂപ അടച്ചാൽ മതി എന്നുള്ളതൊക്കെ കണ്ടപ്പോ അട്രാക്റ്റീവ് ആയിരുന്നില്ലേ? എന്തായിരുന്നു? ജെന്യൂൻ ആണെന്ന് തോന്നി മെയിൻലി. നമുക്ക് പ്ലേസ്മെന്റ് കഴിഞ്ഞ് മതി എന്ന് പറയുന്ന കുറെ സ്ഥാപനങ്ങള് പറഞ്ഞ ഈ അടുത്ത് ചെല്ലുമ്പോ പിന്നെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അജണ്ടാസ് ഒക്കെ വരും. പിന്നെ അവർ വേറെ അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ പറയും. ഇങ്ങനെയൊക്കെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഒരു ഇതിൽ പോയി. എന്നാൽ അത് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അത് ഒന്നും ഇങ്ങനെ ഈ പാക്കേജ് കേട്ടപ്പോ കുഴപ്പമില്ല, ജെന്യൂൻ തോന്നി. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇതിനു മുന്നേ അപ്പൊ എന്താ പഠിച്ചത്? എന്താ? ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞ് 2011 കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ 2 വർഷം ഗൾഫിൽ പോയി, പ്രൊഡക്ഷനിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് ഫീൽഡിലേക്കാണ് പോയത്. മീൻസ് സർക്കംസ്റ്റാൻസസ് അങ്ങനെ പോയതാണ്. പിന്നെ ഇങ്ങനെ ബിസിനസ്സിൽ തന്നെ കുറെ നാളായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കരിയർ റീസ്റ്റാർട്ട് എങ്ങനെ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ച് കുറെ നാളെ ഇങ്ങനെ നടക്കണം. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ കോഴ്സിനെ കുറിച്ച് കേട്ടതും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അവോധയിലെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കണ്ടന്റ്സ് ആയിരുന്നു. അത്യാവശ്യം നമുക്ക് വേണ്ട ബേസിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടി. അതിന് ആ ബേസിൽ തന്നെയാണ് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്. ഇതൊക്കെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല നന്നായിട്ട് വിളിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞൊക്കെ തന്നു അവര്. ജാബ് സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതും നല്ലതായിരുന്നു. മീൻസ് ജാപ്പിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഡിലേ ഇല്ല, കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോ ഇപ്പോ അവോധയില് പഠിച്ചു, അപ്പോ ഒരു ജോബിന് ഇന്റേൺഷിപ്പിന് കയറി. അപ്പോ വേറെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു അവോധ? ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെ കുറച്ച് ഈ പറഞ്ഞ കോളേജ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരെ കോഴ്സ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അങ്ങനെ നിൽക്കണം. ടോട്ടൽ ഇപ്പോ അവോധയിൽ നിന്ന് ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു ജെന്യൂനിറ്റി, ഒരു ഓണസ്റ്റി ഫീൽ ചെയ്തു. അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മള് പറഞ്ഞ കരിയർ അഡ്വൈസേഴ്സ് ആണെങ്കിലും അവരൊക്കെ ആണെങ്കിലും ഒരുപാട് നമ്മുടെ കുറവല്ല, നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ സൈഡിൽ നിന്ന് കേട്ട് കഴിഞ്ഞിട്ട് കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് തന്നു അവര്. വേറെ പറഞ്ഞ മോട്ടിവേഷൻ പോലെ ഒന്നും ഉള്ള പരിപാടി ഒന്നും പറഞ്ഞില്ല. എന്ത് നിങ്ങൾക്ക് അത് സാധിക്കും, ഇത് സാധിക്കും, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറഞ്ഞില്ല. നമ്മുടെ പരിമിതികൾ എന്താണെന്ന് അത് ക്ലിയർ ചെയ്തിട്ട് ജോയിൻ ചെയ്യാന്നുള്ളത് പറയും. അത് തന്നെ മീൻസ് അതല്ല, നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനുള്ളതേ അവർ പറയുള്ളൂ. മീൻസ് വേറെ ചിലരുണ്ടാവും, നിങ്ങൾക്ക് എന്തും സാധിക്കും, അതൊക്കെ ആൾക്കാർ വെറുതെ പറഞ്ഞാണ്, ഏത് ഉയരത്തിൽ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നൊക്കെ ഉള്ള തള്ളൊക്കെ തള്ളും. അതൊന്നും ഉണ്ടായത് എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ എനിക്കറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മെക്കാനിക്കലാണ്, ഞാൻ കോറാണ് നോക്കുന്നത്. അപ്പൊ എന്നോട് തുറന്നു പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും മെക്കാനിക്കൽ നമ്മുടെ കോഴ്സിന് ഓട്ടോകാഡിന് നമുക്ക് കിട്ടും ഒരു ഉറപ്പും തന്നു, ഒരു ഹോപ്പും തന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. കുറച്ച് വെയിറ്റ് ചെയ്തു. പറഞ്ഞാൽ ഒരുപാടൊന്നും വേക്കൻസി അങ്ങനെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ വന്ന വേക്കൻസി അവര് സപ്പോർട്ട് ചെയ്ത് അപ്ലൈ കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടിയില്ല. അപ്പോ താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ് വിത്ത് അവോധ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ. താങ്ക് യു. താങ്ക്സ് a lot.